മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ടിനായി പാരിസ്ഥിതിക ആഘാത പഠനം നടത്താൻ ദേശീയ വനം വന്യജീവി ബോർഡ് അനുമതി നൽകിയത് കേരളത്തിന് നിർണായക ചുവടുവെപ്പെന്ന് ഞങ്ങളുടെ ദില്ലി ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. മന്ത്രാലയത്തിന്റെ അന്തിമ അനുമതി കൂടി ലഭിച്ചാൽ കേരളത്തിന് പാരിസ്ഥിതിക ആഘാത പഠനം ആരംഭിക്കാനാകും. പുതിയ വനപ്രദേശം ഏറ്റെടുക്കേണ്ടി വരില്ല എന്നതിനാൽ പുതിയ ഡാമിന് പാരിസ്ഥിതിക അനുമതി ലഭിക്കാൻ വലിയ പ്രതിസന്ധികൾ ഉണ്ടാകില്ലെന്നാണ് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയ വൃത്തങ്ങൾ നൽകുന്ന സൂചന. മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ടിനായി കൂടുതൽ വനപ്രദേശം ഏറ്റെടുക്കേണ്ടി വരില്ലെന്ന സംസ്ഥാന സർക്കാർ വനം വന്യജീവി ബോർഡ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി യോഗത്തിൽ അറിയിച്ചിരുന്നു. ഇതേ തുടർന്നാണ് സംസ്ഥാനത്തിന്റെ അപേക്ഷ പരിഗണിച്ച ആദ്യ യോഗത്തിൽ തന്നെ പാരിസ്ഥിതിക പഠനത്തിനുള്ള അനുമതി സ്റ്റാൻഡിംഗ് കമ്മിറ്റി നൽകിയതും. കേന്ദ്ര വനംപരിസ്ഥിതി മന്ത്രിയുടെ അധ്യക്ഷതയിലുള്ള മന്ത്രാലയത്തിന്റെ ഉന്നതാധികാര സമിതിയുടെ അനുമതി കൂടി ലഭിച്ചാൽ കേരളത്തിന് പാരിസ്ഥിതിക ആഘാത പഠനവുമായി മുന്നോട്ടു പോകാം. എതിർപ്പുകളില്ലാതെ വനം വന്യജീവി ബോർഡ് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ അനുമതി ലഭിച്ച സാഹചര്യത്തിൽ ഉന്നതാധികാര സമിതിയിൽ നിന്നും കേരളത്തിന് അനുകൂല തീരുമാനമുണ്ടാകുമെന്ന് ഉറപ്പാണ്. പദ്ധതി പ്രദേശത്തിന്റെ 10 കിലോമീറ്റർ ചുറ്റളവിലാണ് പാരിസ്ഥിതിക ആഘാത പഠനം നടത്താൻ സംസ്ഥാനത്തിന് അനുമതി ലഭിച്ചിരിക്കുന്നത്. പാരിസ്ഥിതിക ആഘാത പഠനം നടത്തി റിപ്പോർട്ട് കേന്ദ്ര വനംപരിസ്ഥിതി മന്ത്രാലയത്തിന് കൈമാറണം. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാകും പാരിസ്ഥിതിക അനുമതി സംബന്ധിച്ച തീരുമാനം കേന്ദ്ര വനംപരിസ്ഥിതി മന്ത്രാലയം കൈക്കൊള്ളുക. അതേസമയം പാരിസ്ഥിതിക അനുമതിക്കുള്ള അപേക്ഷകൾ പരിഗണിക്കുന്ന സമിതിക്ക് മുന്നിലോ സുപ്രീം കോടതിയിലോ തമിഴ്നാട് എതിർപ്പുമായി എത്തിയാൽ കേരളത്തിന് അണക്കെട്ടിനുള്ള അന്തിമ അനുമതി തേടുന്നതിന് ഏറെ പണിപ്പെടേണ്ടി വന്നേക്കും. അരുൺ നാരായൺ, റിപ്പോർട്ടർ, ദില്ലി.